പെരിനാട് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പെരിനാട് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഖ്യാപന യോഗം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പെരിനാട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പെരിനാട് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപനം നിർവഹിച്ചു. നമുക്കറിയാം, ഒരുമിച്ച് നിന്നുകൊണ്ട് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് കൂടിയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് എന്ന് നമുക്ക് നൽകുന്നത്. ഇപ്പോഴും അതിന്റെ പ്രവർത്തനം ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനമുള്ള സ്ഥലം നമുക്ക് പറയുവാൻ. അതിന്റെ ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമുക്കിന്ന് കാണുവാൻ കഴിയും എന്നുള്ളത് നമുക്ക് നല്ലതുപോലുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരു വർഷക്കാലമായി ഇന്ന് മാലിന്യമുക്ത നവകേരളത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരവധി പ്രവർത്തനങ്ങൾ പെരിനാട് പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളെ PC വിഷ്ണുനാഥ് MLA ആദരിച്ചു. ഇത്രയും പ്രയാസമുള്ള ആ ആശ്രമത്തിൽ ഏറ്റവും ശ്രമകരമായ ജോലിയാണ് ഈ കുഷ്ഠരോഗിയുടെ പരിചരണം എന്ന് ഒഴിവാക്കി. പക്ഷേ ഇത് ആരെയായിരിക്കും ഗാന്ധിജി ഏൽപ്പിച്ചിട്ടുണ്ടാവുക? അതറിയാനുള്ള കൗതുകത്തിൽ അയാൾ താമസിച്ചിരുന്ന മുറിയിൽ രാവിലെ പതുക്കെ ചെന്ന് നോക്കിയപ്പോൾ ഗാന്ധിജി സ്വയം ഈ മനുഷ്യന്റെ വ്രണങ്ങളെല്ലാം സ്ഥലമെല്ലാം വൃത്തിയാക്കി മരുന്നെല്ലാം വെച്ച് കെട്ടുകയാണ്. അവർ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലി ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറൊരാളെ കണ്ടെത്തുന്നതിന് പകരം അദ്ദേഹം സ്വയം ചെയ്യാൻ തീരുമാനിച്ചു. ആശ്രമത്തിലെ ടോയ്ലറ്റുകൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ കസ്തൂർബ ഗാന്ധി സ്വയം വൃത്തിയാക്കുമായിരുന്നു. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് B ദിനേശ്, SL സജികുമാർ, R സേതുനാഥ്, രാജു ഡി പണിക്കർ, C മഹേശ്വരൻപിള്ള, ഇടവട്ടം വിനോദ, ഇജീന്ദ്രലേഖ, L അനിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S അനിൽകുമാർ, സെക്രട്ടറി G ജ്യോതികുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി VG ജ്യോതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.